ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പാർലമെൻറ്റിൽ രംഗത്ത് വന്നിരിക്കുകയാണ് BJP MP അനുരാഗ് ഠാക്കൂർ. അദ്ദേഹം പറയുന്നു, രാഹുൽ LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, അദ്ദേഹം LOB ആണ്, ലീഡർ ഒപ്പോസിംഗ് ഭാരത് എന്നാണ് രാഹുലിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. എന്താണ് സാർ ഇതിന് കാരണം? ഇത് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു 2019 മുതൽ ഇത് ശക്തമായത്. ഇദ്ദേഹം 2019 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞ് ഒരുപാട് സ്വപ്നം കണ്ടു നടന്ന ആളാണ്. അവിടെ ദയനീയമായ തോൽവി ഉണ്ടായപ്പോഴാണ് ഈ കമ്പ് ഒടിച്ചിട്ടിട്ട് നേരെ അങ്ങ് പോയി, എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് വിദേശത്തേക്ക് പോയി കളഞ്ഞില്ലേ. പാർട്ടിയുടെ അടിയന്തരമായി ചർച്ച ചെയ്യുകയാണ് പരാജയ കാരണങ്ങളൊക്കെ. ഈ മഹാൻ ഇവിടുന്ന് പോയതാണ്. അവിടെ പോയി പിന്നെ എന്താ കാണുന്നത്? വിദേശത്ത് ചെന്നിരുന്ന് നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ചില ചിത്രശക്തികളുമായി കൂട്ടുചേർന്ന് അവിടെ ചെന്ന് പ്രചാരണം നടത്തുന്ന പരിപാടിയാണ് കണ്ടത് ഈ സമീപ സമയത്ത്. എന്തിന്? ഇപ്പോഴീ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പോലും രാജ്യത്തിനെതിരായി നിൽക്കാനാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു എല്ലായ്പ്പോഴും ഈ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുമ്പോൾ പാക് ഭീകരാക്രമണം ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകുകയും അതിന് തിരിച്ചടിയായിട്ട് നമ്മൾ ഉറിയിലും ബലാക്കോട്ടിലുമൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അന്നെല്ലാം തെളിവ് ചോദിച്ച ആളാണ് ഈ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രിയെ വിശ്വാസമില്ല, നമ്മുടെ പ്രതിരോധ മന്ത്രിയെ വിശ്വാസമില്ല, നമ്മുടെ സംവിധാനങ്ങളെ വിശ്വാസമില്ല, നമ്മുടെ സൈന്യത്തെയും അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹം ചോദിക്കുന്നത് എവിടെ, തെളിവ് എവിടെ എന്നാണ് അദ്ദേഹം നിരന്തരം ചോദിക്കുന്നത്. വാസ്തവത്തിൽ രാഹുലിൻ്റെ ഭാഷ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയോ ഒരു ഇന്ത്യക്കാരൻ്റെയോ പോലും ഭാഷയല്ല എന്ന ആക്ഷേപം BJPക്കുണ്ട്. BJP പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് പോലെ, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നത് പോലെ, പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രി സംസാരിക്കുന്നത് പോലെ, പാകിസ്ഥാൻ്റെ സൈനിക തലവൻ സംസാരിക്കുന്നത് പോലെയൊക്കെയാണ്. എല്ലാറ്റിനും ഉപരി ലഷ്കർ-ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ ഭാഷയാണ് രാഹുൽ കടം കൊള്ളുന്നത് എന്നാണ് BJPയുടെ ആരോപണം. ഈ ഇന്ത്യയിൽ ഇന്നേ വരെ ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത്തരത്തിൽ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അറിയില്ല. ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവർക്കും ഈ രാഹുൽ ഗാന്ധിയുടെ കാലിബർ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. തരൂരിനെ പോലുള്ള ഒരാൾക്ക് അറിയാം. തരൂർ ചിലത് വിളിച്ചു പറയും, ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള മറ്റുള്ളവർ വിളിച്ചു പറയത്തില്ല. കാരണം അവർക്ക് അതിനകത്ത് നിന്ന് പിഴച്ചു പോകണം. ഈ കുടുംബത്തിനകത്ത് മാത്രമാണ് ഈ കോൺഗ്രസ് പാർട്ടി. ശരിക്കും പറഞ്ഞ രാഹുലിന്റെ വീട്ടിലെ, സോണിയയുടെ വീട്ടിലെ കുശിരിപ്പണി എടുക്കുന്നത് പോലെയാണ് എന്ന ആക്ഷേപം മറ്റുള്ളവർ ഉന്നയിക്കുന്നത് ശരിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തരൂരിനെ പോലെ വലിയൊരു പ്രൊഫൈലുള്ള ഒരാൾ അങ്ങനെ നിൽക്കുമോ? തരൂർ പറഞ്ഞ ഒരു കാര്യം, മല്ലികാർജുന ഖാർഗെ ആകാൻ തരൂരിനെ കിട്ടത്തില്ല. തരൂർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാഹുൽ ഗാന്ധി പോയി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കൂ എന്ന് കോൺഗ്രസിലെ ആരെങ്കിലും ഒരാൾ പറയുമോ? ശരിയാണത്. ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല, ചരിത്രം പിന്നെ അറിയത്തില്ല. അറിയാവുന്നത് ജവഹർലാൽ നെഹ്റു, ആ കുടുംബം മാത്രം അറിയാം. കോൺഗ്രസ് അവരുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അത് അവരുടെ കുടുംബത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രീയവും ചരിത്രവും അറിയത്തില്ല. പാർലമെന്റിൽ തന്നെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. 8 വയസ്സുള്ള യുവാവ് തപസ് ചെയ്യുന്നു, ശരീരം ചൂടാകുന്നു അയാളുടെ. ഈ 8 വയസ്സുകാരൻ എങ്ങനെ യുവാവായി? 8-9 വയസ്സുള്ള യുവാവ് എന്നാണ് രാഹുൽ പറഞ്ഞത്. ഇത്ര ബോധമില്ലാതെ പാർലമെൻറ്റിൽ വന്നിട്ട്, ഇതൊക്കെ പാർലമെൻ്ററി രേഖകളിൽ പെടുന്നതാണ്, അതിനെക്കുറിച്ച് പോലും ഒരു തിരിച്ചറിവില്ലാതെ ഇങ്ങനെ പാർലമെൻറ്റിൽ വന്ന് വെളിവും വെള്ളിയാഴ്ചയില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ തീർച്ചയായിട്ടും BJP ആക്ഷേപിക്കുന്നതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. ഈ പ്രശാന്ത്, ഈ പാർലമെൻറ്റിൽ MP ആയി കഴിയുമ്പോൾ അവിടെ ഡൽഹിയിൽ ഇവർക്ക് അതിന് വേണ്ടതായ ചില ക്ലാസ്സൊക്കെ ഉണ്ട്.
അവിടെ ഓരോ കാര്യങ്ങൾ ഏത് തരത്തിൽ അവതരിപ്പിക്കണം, ബില്ലിനകത്ത് എന്തൊക്കെ പറയാൻ പാടില്ല, പ്രോട്ടോകോൾ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നുമില്ല അതിനകത്ത്. അത് പാർലമെന്റിൽ മാത്രമല്ല നമ്മുടെ നിയമസഭകളിലും അതുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒക്കെ ഉള്ളവര് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, സ്പീക്കറെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഇതിനകത്ത് സഭയിലൊരു ബഹുമാനം ഉണ്ടാകണം. എല്ലാവരും ജനപ്രതിനിധികളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് മുമ്പ് അപ്പക്കുട്ടൻ പള്ളിക്കുന്നൊക്കെ ഇത് അവിടെ ഡൽഹിയിൽ ഇവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴും ഉണ്ട്, ഓരോരുത്തരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധി ചിലപ്പോൾ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കുമായിരിക്കും. വലിയ വീട്ടിലെ പിള്ളേരെയൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഈ റഹീമൊന്നും അങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത കൂട്ടത്തിലാണ്. റഹീമിന്റെ ഒരു കാറ്റഗറി തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇവരെയൊക്കെ ഒരേ വണ്ടി കെട്ടാം. അതെ. അപ്പം ഈ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സഭയ്ക്കല്ല രാജ്യത്തിനെതിരായിട്ടൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു എം പിക്ക് പോലും. അതുകൊണ്ടാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് അദ്ദേഹം ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി അല്ല, ലീഡർ ഓഫ് ഒപ്പോസിംഗ് ഭാരത്. എവിടെയൊക്കെ ഇന്ത്യയെ എതിർക്കാൻ സാധിക്കുമോ, എവിടെയെല്ലാം പ്രധാനമന്ത്രിയെ മോശക്കാരനാക്കാൻ പറ്റുമോ, എവിടെയെല്ലാം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ പരിഹസിക്കാനുമോ അതെല്ലാം രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് എന്നാണ് അനുരാഗ് ഠാക്കൂറിൻ്റെ ആരോപണം. എന്നാൽ ഏതെങ്കിലും ഒരു ജനകീയ വിഷയം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാൻ സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത്. ജനകീയ വിഷയം എന്ന് സാറ് പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മയുണ്ട്, അതൊരു പ്രശ്നം തന്നെയാണ്. അത് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ സാധിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു, വേണ്ടത്ര വിജയിച്ചിട്ടില്ല. മോദിയെ കുറ്റപ്പെടുത്തി പലതും ആ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ്സിന് സാധിച്ചില്ല തൊഴിലില്ലായ്മ പരിഹരിക്കാൻ. പിന്നെയാണ് ഈ 10 വർഷം ഭരിച്ച മോദിയെ നമ്മൾ കുറ്റം പറയുന്നത്. തമ്മിൽ ഭേദം മോദിയാണെന്ന് പറയേണ്ടി വരും. ഇരിക്കട്ടെ. പക്ഷേ അവിടെ ഈ UP-യിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തവേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രചാരണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കെല്ലാം മാസം തോറും 8500 രൂപ ടകാടക് അവരുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ്. നോക്കൂ, ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മുടെ എന്താ പറയുക, യാതൊരു സങ്കല്പങ്ങളുമില്ലാത്ത, ദീർഘവീക്ഷണവും ഒരു നേതാവല്ലേ ഇങ്ങനെ പറയുള്ളൂ. ഇങ്ങനെ നാളെ തൊട്ട് തൊഴിലുള്ള ചെറുപ്പക്കാർ വരെ 8500 രൂപ കിട്ടുമല്ലേ, വെറുതെ വീട്ടിൽ ഇരുന്ന് 8500 രൂപ കിട്ടുന്നതല്ലേ നല്ലത്. പോയി ഇങ്ങനെ കിടന്ന് പാടുപെട്ട് നമ്മൾ 10,000, 15,000, 20,000 ഒക്കെ സമ്പാദിക്കുന്ന എന്തിനാ, ശമ്പളം വാങ്ങുന്ന എന്തിനാ? മിണ്ടാതെ വീട്ടിൽ ഇരുന്ന് 8500 രൂപ കിട്ടുമല്ലോ. അതെ, ഒന്നുമില്ല, വീട്ടിൽ ഇരിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, TV കാണുക, ഇങ്ങനെ എന്റർടൈൻമെന്റിൽ ഇടപെടുക. വീട്ടിൽ 2 തൊഴിൽ രഹിതരുണ്ടെങ്കിൽ 17,000 രൂപ ഇങ്ങ് കിട്ടി. പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ ദേഹമനങ്ങാത്തുള്ള ജോലി ചെയ്തിട്ട് ഇത്ര നിരുത്തരവാദപരമായിട്ട് സംസാരിക്കാൻ ഇതെന്താണെന്നറിയാം, രാഹുലിന് മാത്രമേ കഴിയൂ. ഈ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യം, എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനം ലെവലേശം ബോധമില്ല ഇല്ലാത്ത ഒരാളാണ്. 1 രൂപ ആണ് രാജ്യത്തിന് ചെലവാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സാമ്പത്തിക ഘടനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാമ്പത്തിക വിശാരദന്മാരുണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണ്ടേ. ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ പോലും അവിടെയാണല്ലോ ഈ സൗജന്യ പെരുമഴ തുടങ്ങിയത്. ഈ സൗജന്യ പെരുമഴയിൽ പോലും സാമ്പത്തിക വിദഗ്ധർ അന്നേ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവര് ശാക്തീകരിക്കുകയാണ് വേണ്ടത്, അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സംരംഭകരാകാൻ തൊഴിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് സ്വയം വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ, സ്വയം സംരംഭകത്വം, അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അതിന് സർക്കാർ പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണം. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നു, അതൊക്കെ ശരിയാകാം. അല്ലാതെ മാസം 10,000 രൂപ വീട്ടിലങ്ങ് എത്തിച്ചേരും, അവിടെ ഇരുന്നു എന്ന് പറയുന്നതല്ല. അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ അങ്ങനെയുള്ളൊരു തലമുറ രൂപം കൊണ്ടിട്ട് എന്ത് കാര്യം? ഭാവി തലമുറ ഇതാണ് രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്, ഇങ്ങനെയാണോ ചെയ്യുന്നത്? നമുക്കറിയാം, മുമ്പും ഈ അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ വെച്ച് പരസ്യമായി കളിയാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി ഒരു ചെറിയ ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് ഉയർത്തി കാണിച്ച് ഭരണഘടനയുടെ സംരക്ഷകർ ഞങ്ങളാണ്, ഇത് തകർക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പാർലമെൻറ്റിൽ വന്ന് വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ അനുരാഗ് ഠാക്കൂർ എണീച്ച് ഒരൊറ്റ ചോദ്യം ചോദിച്ചതും ഈ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ രാഹുൽ ഷൂന്ന് പറഞ്ഞ് ഇല്ലാതാകുന്ന കാഴ്ചയാണ് അന്ന് ലോകം കണ്ടത്.
അനുരാഗ് ഠാക്കൂർ ഇത്രേ ചോദിച്ചുള്ളൂ, നിങ്ങൾ വലിയ വായിൽ ഭരണഘടന ഭരണഘടന എന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ, പറയൂ അതിനകത്ത് എത്ര പേജുണ്ട്, അതൊന്നും നിങ്ങൾ നിവർത്തി നോക്കിയിട്ടെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഈ ഭരണഘടന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വലിയ മുദ്രാവാക്യം വിളിക്കുന്ന താങ്കൾ ആ ഭരണഘടന ഒന്ന് തുറന്നെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് എത്ര പേജുണ്ട്, അതിനകത്ത് എത്ര ആർട്ടിക്കിളുകളുണ്ട്? ഇങ്ങനെ വളരെ രൂക്ഷമായിട്ടാണ് ആക്രമിച്ചു കളഞ്ഞത്. അന്ന് രാഹുൽ നാണം കെട്ട്, പ്രതിപക്ഷ നേതാവാണ്, നാണം കെട്ട് സഭയിൽ തൻ്റെ സീറ്റിലിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇപ്പോഴിതാ അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയെ അനുരാഗ് ഠാക്കൂർ പരിഹസിക്കുന്നത് ഇങ്ങനെയാണ്: താങ്കൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി അല്ല, മറിച്ച് ലീഡർ ഓഫ് ഒപ്പോസിങ് ഭാരത് ആണ് എന്ന് പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്. അതിനൊരു മറുപടി പറയാൻ പോലും കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം.